സബ്രീന അകത്തുള്ള ആൾക്കാർക്കും എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് പോലും എവിടെയാണ് നിങ്ങൾ എന്നുള്ള അറിയണ്ടാവില്ല. ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ റീജിയൻസ് ആർ വെരി സെൻസിറ്റീവ്. ആ സമയത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പൊങ്ങി വരാൻ പറ്റില്ല. പെട്ടെന്ന് ഈ മിഷൻ അബോർട്ട് ചെയ്യണം എന്ന് ഒരു രാജ്യത്തിന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ അറിയിക്കും? സർട്ടൻ നമ്പർ ഓഫ് സബ്രീൻസ് എല്ലാ സൂപ്പർ പവേഴ്സും ലോകത്തിലെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട്, ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ സബ്മറൈനുകൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ശരിക്കും സബ്രീൻ പെരിസ്കോപ്പ് ക്ലിയർ ആയത് വലിയൊരു ഷിപ്പ് ഡയറക്റ്റ്ലി ഞങ്ങളുടെ മുമ്പിൽ തന്നെ. ഒരു ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ള ഒരു സ്ഥലമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒന്നാമത് അതിനുള്ളിലേക്ക് കയറി ചെല്ലുന്നതിന് ഒരു ചെറിയ ടണൽ വഴിയാണ്. അതിനുള്ളിലുള്ള ഒരു ജീവിതം എന്ന് പറയുമോ? ടോപ്പ് ഡെക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കാർ മിസൈലിന്റെ മുകളിലായിരിക്കും കിടന്നുറങ്ങണേ. സബ്മറൈൻ ക്യാപ്റ്റൻ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ ഇതിലെത്തിപ്പെടാന്നുള്ളതൊന്ന് പറയും. ഏതൊരു രാജ്യത്തിൻ്റെയും പ്രതിരോധ സേനയിലെ അവിഭാജ്യ ഘടകമാണ് അന്തർവാഹിനികൾ. ഇന്ത്യൻ നാവികസേനയിലെ അന്തർവാഹിനികളിൽ 23 വർഷത്തെ സേവന പരിചയമുള്ള 7 വർഷത്തോളം 4 സബ്മറൈനുകളിൽ കമാൻഡിംഗ് ഓഫീസറായി സേവനമനുഷ്ഠിച്ച ക്യാപ്റ്റൻ രാജേഷ് രാംകുമാറാണ് ഇന്ന് സർവീസ് സ്റ്റോറിയിൽ നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം. താങ്ക് യു. ഏതൊരു വാഹനത്തിൻ്റെയും ഗതിയെ നിയന്ത്രിക്കുന്നത് കാഴ്ചയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇപ്പം അധികം വിസിബിലിറ്റി ഇല്ലാതെ യാത്ര ചെയ്യേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ എയർക്രാഫ്റ്റുകൾ GPS-നെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ കടലാഴങ്ങളിൽ യാതൊരു കാഴ്ചയോ വിസിബിലിറ്റിയോ ഒന്നുമില്ലാതെ GPS-ൻ്റെ പോലും സഹായമില്ലാതെ എങ്ങനെയാണ് ഒരു അന്തർവാഹിനിയെ നിയന്ത്രിക്കുന്നത്? ഞങ്ങൾ വെള്ളത്തിനടിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് ഇല്ല, കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആണ്. ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന ഞങ്ങളുടെ ജൈറോസ്കോപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചില എക്വിപ്മെൻ്റാണ്. അതിൻ്റെ കൂടെ ഞങ്ങൾ ഒരു ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റമാണ് ഉപയോഗിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു റൂമിൽ നിൽക്കുക, നമ്മൾ എന്നിട്ട് റൂം നന്നായിട്ട് നോക്കുക, നമ്മൾ കണ്ണടച്ച് നമ്മൾ ആ റൂമിൻ്റെ മറ്റേ അറ്റത്തേക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ ഒരു 10 സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്തുന്നു. അത് തന്നെയാണ് ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ചെയ്യുക. നമ്മൾ ഏത് പ്ലെയിനിൽ മൂവ് ചെയ്താലും ആ ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഞങ്ങൾക്ക് പറഞ്ഞു തരും എത്ര മൂവ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഇനീഷ്യൽ പോയിന്റ് അറിയാം, ഞങ്ങൾ എത്ര മൂവ് ചെയ്തെന്ന് അറിയാം. അപ്പോൾ ഫൈനൽ പോയിന്റും കണ്ടുപിടിക്കാൻ പറ്റും. ആ ഫൈനൽ പോയിന്റ് ഞങ്ങൾ ഒരു ചാർട്ടിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എത്ര മൂവ് ചെയ്തു, എവിടെ എത്തി എന്ന്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പുറത്തുള്ള കംപ്ലീറ്റ് സിറ്റുവേഷനിലെ അവെയർനെസ് ചെവി വെച്ചിട്ടാണ്. ഞങ്ങളുടെ ചെവിയാണ് സോണാർ. ആ സോണാറിൽ ഞങ്ങൾ പിക്കപ്പ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. ഒരു മിലിറ്ററി സബ്മറീനും ഒരു വിൻഡോ ഒന്നുമില്ല. അതുകൊണ്ട് ഒരു റൂമിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ഇട്ട് ഇരിക്കുന്ന പോലെയാണ് സബ്മറീനകത്ത്. ലോകത്തിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ജോബ്സിൽ ഒന്നാണ് സബ്മറൈനുകളുടെ ഒരു കമാൻഡിംഗ് ഓഫീസറുടെ ഒരു ജോലി എന്ന് കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് അത് എത്രത്തോളം ചലഞ്ചിങ് ആവുന്നത്? നമുക്ക് സ്പേസിനെ പറ്റി കൂടുതൽ അറിയാം. നമ്മളുടെ ഓഷ്യൻസിൻ്റെ ഡെപ്സ് ആണ് കുറവറിയാം. ഏറ്റവും പ്രിഡോമിനൻ്റ്ലി എന്താ ഡേഞ്ചർ എന്ന് വെച്ചാൽ പ്രഷറാണ്. അപ്പോൾ ഞങ്ങൾ ഡൈവ് ചെയ്യുമ്പോൾ പ്രഷർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു 10 മീറ്റർ താഴെ പോയി കഴിഞ്ഞാൽ ശരിക്കും ഒരു ബാർ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ ഒരു 300-400 മീറ്റർ താഴെ പോയി കഴിഞ്ഞാൽ എത്ര തവണ പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ, ഒരു ചെറിയ ലീക്കേജ് ഉണ്ടെങ്കിൽ ഭയങ്കര ഫ്ലഡിങ് ഹാപ്പൻ ചെയ്യും. അപ്പോൾ ആ ഫ്ലഡിങ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ക്രഷ് ഡെപ്തിന് താഴെ പോയി കഴിഞ്ഞാൽ സബ്മറീൻ ഇംപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ദർ ഇസ് നോ റിക്കവറി. എന്നുവെച്ചാൽ അത് ഇൻസ്റ്റൻറ്റേനിയസ് ഡെത്താണ്. പിന്നെ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ റീജിയൻസ് ആർ വെരി സെൻസിറ്റീവ്. ആ സമയത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പൊങ്ങി വരാൻ പറ്റില്ല, ചിലപ്പോൾ പൊങ്ങി വരാൻ പാടില്ല. അങ്ങനെ പല ദിക്കിലും ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യും. പിന്നെ തേർഡ് തിങ്, ഇത്രയും പേരത്തെ വെപ്പൺ ഡെൻസിറ്റി, എക്വിപ്മെൻറ്റ് ഡെൻസിറ്റി ഉള്ള ഒരു പ്ലാറ്റ്ഫോം ലോകത്തില്ല. 10-100 പേരാണ്. ഒരാൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ സബ്മറീൻ മുങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മർദ്ദം തന്നെയാണ്, പ്രഷർ എന്ന് പറയുന്നത്. ഈ ടൈറ്റാൻ അപകടത്തിൽപ്പെട്ടത് ഈ പ്രഷറിന്റെ പ്രശ്നത്തിൽ തന്നെയല്ലേ? അതെ, അപ്പോൾ അത് വളരെ കറക്റ്റാണ്. ആ ടൈറ്റൻ അൺഫോർച്ചുനേറ്റ്ലി അത് ഇംപ്ലോഡ് ചെയ്തു. മില്ലി സെക്കൻഡ്സ് കൊണ്ടാണ് ഹാപ്പൻ ചെയ്യണത്. അതിനകത്തുള്ള ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ അറിഞ്ഞു പോലും ഉണ്ടാവില്ല. കാരണം അത് ആ ഇംപ്ലോഷൻ സ്പീഡ് ശരിക്കും നമ്മുടെ നെർവ് കണ്ടക്ഷൻ വെലോസിറ്റിനേക്കാളും കൂടുതലാണ്. എന്നുവെച്ചാൽ നമ്മൾ പെർസീവ് ചെയ്യുന്ന സ്പീഡിനേക്കാളും
ഫാസ്റ്ററാണ് ഇംപ്ലോഷൻ. ഏറ്റവും സുഖകരമായ മരണം എന്ന് വേണം. അറിഞ്ഞു പോലും ഉണ്ട്, അവർ അറിഞ്ഞു പോലും ഉണ്ടാവില്ല. സബ്രീനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഇത്രയും എക്വിപ്മെൻ്റ് ഉണ്ട്, ഭയങ്കര ഫ്ലാമബിൾ ഐറ്റംസ് ഉണ്ട്, എത്രയോ മൈൽസ് ഹൈ പ്രഷർ ലൈൻസ് ഉണ്ട്, ഹൈ വോൾട്ടേജ് പവർ ലൈൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു ഫ്യൂ സെക്കൻഡ്സിൽ നമ്മൾ ആക്ട് ചെയ്തില്ലെങ്കിൽ ആ റിക്കവറി ഇമ്പോസിബിൾ ആയിരിക്കും. പിന്നെ റിമെമ്പർ, ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് എനിമീസ് ഉണ്ടാവാം, അപ്പോൾ അവരുടെ ആക്ഷനും നമുക്ക് ഭയങ്കര ഡേഞ്ചർ ആവാം. പിന്നെ ഒരു വാർ ടൈമിൽ സബ്മറീൻസ് ആയിരിക്കും ഏറ്റവും ആദ്യം പോകുന്നത്. ഈവൻ ഇൻ പീസ് ടൈം ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം. ബാക്കിയുള്ളവരെ പോലെ ഫ്രണ്ട്ലി ഏരിയാസിലല്ലായിരിക്കാം. ഇപ്പം നമ്മളൊന്നും സബ്മറൈന് കണ്ടിട്ടില്ല, നമുക്ക് പ്ലെയിൻ എങ്ങനെ ഹെലികോപ്റ്റർ എങ്ങനെയെന്നൊക്കെ ഏതാണ്ട് ഒരു ധാരണ ഉണ്ട്. ഒരു സബ്മറൈൻ്റെ ഒരു വലുപ്പത്തിന് സാറൊന്ന് നമുക്ക് പരിചയമുള്ള എന്തെങ്കിലും വസ്തുക്കളുമായിട്ട് കമ്പയർ ചെയ്ത് ഒന്ന് വിശദീകരിക്കാമോ? ഒരു കാറിൻ്റെ ഒരു വെയിറ്റ് എന്ന് വെച്ചാൽ ഒരു 1.5 ടൺ. ഒരു ചെറിയ ന്യൂക്ലിയർ പവർഡ് ഒരു അറ്റാക്ക് സബ്മറീൻ ഒരു 8,000 ടൺ ഉണ്ടാവും. ഒരു അമേരിക്കൻ ന്യൂക്ലിയർ സബ്മറീൻ 18,000 ടൺസ് ഉണ്ടാവും. വേൾഡിൽ ഏറ്റവും വലിയ സബ്മറീൻ 40,000 ടണ്ണിൻ്റെ മുകളിലാണ്. റഷ്യയുടെ ടൈഫൂൺ ക്ലാസ് വന്നിട്ട് ഒരു ശരാശരി വലുപ്പമാണ് ഈ 140 മീറ്റർ എന്ന് പറയുന്നത്. ഒരു 100 to 140 മീറ്റേഴ്സ് ഇസ് ലൈക്ക് അതൊരു കോമൺ ഒരു ഡയമെൻഷനാണ്. ഒരു 4-5 ബസ്സിന്റെ നീളം. പക്ഷേ ബസ്സിന്റെ ഉള്ളിലുള്ള അത്ര സ്പേഷ്യസ് ആയിരിക്കില്ല, കാരണം അത്രയധികം എക്വിപ്മെന്റ്സ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയല്ല അതിൻ്റെ ഉള്ളിൽ. അപ്പം നിങ്ങൾ ജീവിക്കുന്നത് എത്ര സ്പേസിലാണ്? കാരണം ഞാൻ ചില വീഡിയോസിൽ സബ്മറൈൻസ് കണ്ടപ്പോഴേ ഒരു ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ള ഒരു സ്ഥലമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒന്നാമത് അതിനുള്ളിലേക്ക് കയറി ചെല്ലുന്നതിന് ഒരു ചെറിയ ടണൽ വഴിയാണ്. പിന്നെ ഭക്ഷണം കഴിക്കാനും ബാത്റൂം എന്നൊക്കെ പറയുന്നതൊക്കെ പരിമിതമായ ഏരിയയിലാണ്. അതിനുള്ളിലുള്ള ഒരു ജീവിതം എന്ന് പറയുമോ? ഞാൻ സബ്രീൻ വലുതാന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് വലിയ സ്ഥലമൊന്നുമില്ല. ഞങ്ങൾ ചെറിയൊരു റൂമിനകത്ത് 10-17 പേരുണ്ടാവും. ഞങ്ങൾ ഒരു ഷിഫ്റ്റിൽ തന്നെ സബ്രീനകത്തേക്ക് ഇറങ്ങുന്നത് തന്നെ ഒരു വലിയൊരു ട്യൂബിനകത്ത് കൂടെ. അതന്നെ ഒരു 10-30 അടി വെർട്ടിക്കൽ ലാഡറാണ്. പിന്നെ ടോയ്ലറ്റ് എന്ന് വെച്ചാൽ വളരെ വളരെ ചെറുതാണ്. അതിങ്ങനെ ഷിഫ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ ഉപയോഗിക്കും. ഒരു ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ റിസർവ് അങ്ങനെ ഒരു പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നുമില്ല. നമുക്കും വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏക ഒരു പ്രിവിലേജ് എന്ന് വെച്ചാൽ ക്യാപ്റ്റനകത്ത് കയറി കഴിഞ്ഞാൽ പുറത്ത് ഒരു ബോർഡ് ഉണ്ടാവും, ക്യാപ്റ്റൻ ഇൻസൈഡ് ഡോണ്ട് നോക്ക്. അതുമാത്രം ഒരു പ്രിവിലേജ് ഉള്ളത്. ഞങ്ങളെല്ലാം സെയിം ഫുഡ് കഴിക്കുന്നു, ഞങ്ങൾ എല്ലാം സെയിം ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ഫെസിലിറ്റീസ് ഇല്ല. ഞങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോഴൊക്കെ ബങ്ക്സിലാണ്. വെച്ചാൽ ഏറ്റവും വലിയ ന്യൂക്ലിയർ സബ്മറീൻസിനകത്തും അത് നമുക്കൊന്ന് ചെരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ അതിന് സ്പേസ് ഇല്ല. അപ്പോൾ ശരിക്കും ഒരു ട്യൂബിനകത്ത് ഒരു കോഫിനകത്ത് കിടക്കുന്ന ഒരു ഫീലിംഗ് വരും. അപ്പം നാടും ആ സ്പേസും സ്പേഷ്യസ് ആയിട്ടുള്ള ഇടങ്ങളൊക്കെ നമുക്ക് മിസ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടാറുണ്ടായില്ല? സമയമില്ല, ഒന്നിനും സമയം ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ 24 hour സൈക്കിളിലാണ് വർക്ക് ചെയ്യുക. കുറച്ച് റിക്രിയേഷൻ ടൈമൊക്കെ ഉണ്ട്, പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ ഉറങ്ങാനാണ് നോക്കുക, അല്ലാണ്ട് ഇതിനെപ്പറ്റി ഒന്നും ആലോചിക്കാനുള്ള സമയമില്ല. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിട്ട് എത്ര സ്ഥലം ഉണ്ടാവും? ഒരു വലിയ ലിഫ്റ്റ്, അതിനകത്തൊരു 10-15 പേര് കിടന്നുറങ്ങുന്നുണ്ടാവും. അത്ര സ്പേസേ ഉള്ളൂ. പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമായ ചെറിയൊരു ബാഗ് ഉണ്ടാവും, അത് വെക്കാൻ ചെറിയൊരു ഡ്രോ ഉണ്ടാവും, അത്ര തന്നെ. ടോപ്പ് ഡെക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കാർ മിസൈലിൻ്റെ മുകളിലായിരിക്കും കിടന്നുറങ്ങണേ. അപ്പോൾ ടോപ്പ് ഡോറിന് ഇടയിൽ കിടന്നുറങ്ങുന്നുണ്ടാവും. അപ്പം ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ബാധിക്കില്ലേ? കാരണം നമ്മുടെ മസിൽസ് അങ്ങനെ ഉപയോഗിക്കുന്നില്ലല്ലോ. അതിനെങ്ങനെ നിങ്ങൾ ഓവർകം ചെയ്യുന്നു? അങ്ങനെ അത് ഓവർകം ചെയ്യാൻ വളരെ വിഷമമാണ്. കാരണം വലിയ സബ്മറീൻസിലൊക്കെ കുറച്ചൊക്കെ ഒരു ട്രെഡ്മില്ലും അതും കുറച്ച് ലിമിറ്റഡ് ഒരു ജിമ്മിങ് കേപ്പബിലിറ്റി ഒക്കെ ഉണ്ടാവും. 99% ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഇത് സെയിൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫിറ്റ് ആയിരിക്കണം, എന്നാലേ യു ക്യാൻ സർവൈവ്. ഇപ്പോൾ വിറ്റമിൻ ഡി ലൈക്ക് സൺലൈറ്റ് എക്സ്പോഷർ ഇല്ല, അപ്പോൾ ശരിക്കും ആർട്ടിഫിഷ്യലി സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. യു ഷുഡ് ബി വെരി കെയർഫുൾ വിത്ത് ദ ഫുഡ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചിലപ്പോൾ ലോങ് സെയിലിങ്സിലൊക്കെ ഓഡിറ്ററി ഹാലൂസിനേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ എപ്പിറ്റൈറ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകും. സ്ലീപ്പ് വേക്ക് സൈക്കിൾസും വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അത് പറഞ്ഞപ്പോഴാണ് ഈ അലക്ക് എങ്ങനെയാണ്? ലോണ്ട്രി ഇല്ല. ഞങ്ങൾ ന്യൂക്ലിയർ സബ്മറീൻസിൽ ലോണ്ട്രി ഉണ്ട്, ചെയ്യാം. പക്ഷേ എല്ലാം വളരെ ലിമിറ്റഡ് ഇതാണ്. അവരുടെ യൂണിഫോം മാത്രം അലക്കാൻ അതിനുള്ള ലോണ്ട്രി ഉണ്ട്. പക്ഷേ ഡീസൽ ഇലക്ട്രിക് ബോട്ട്സിന് ഞങ്ങൾ ഡിസ്പോസിബിൾ യൂണിഫോം ഇടുക. അത് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഡിസ്പോസ് ഓഫ് ചെയ്യും, എന്നിട്ട് പുതിയൊരെണ്ണം. അപ്പോൾ എല്ലാ ദിവസവും കുളിക്കാൻ വെള്ളം ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അത് പറയാണ്ടിരിക്കുക നല്ലത്. അപ്പോൾ കുറച്ച് നാളൊക്കെ അതൊക്കെ ഈസി ആയിട്ട്.
പൊതുവെ ഈ അന്തർവാഹിനികൾ ഓരോ രാജ്യം ഉപയോഗിക്കുന്നത് ഒന്ന് ഇന്റലിജൻസ് പർപ്പസ്, പിന്നെ ഒരു വാർ വരുന്ന സമയത്ത് ഉള്ള നമ്മുടെ ഏറ്റവും മുന്നിൽ നിർത്താവുന്ന ഒരു സംവിധാനമാണല്ലോ അന്തർവാഹിനികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ എക്സ്പെഡിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ശരിക്കും നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ സബ്മറൈനുകൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഞങ്ങളുടെ മിഷൻ പ്രൊഫൈൽസും വളരെ കോൺഫിഡൻഷ്യലാണ്. ഒരു മിലിറ്ററി സബ്മറീൻ എന്തിനൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇൻ്റലിജൻസ് ഗാദറിങ്, പിന്നെ ഞങ്ങൾ ഉപയോഗിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ കമാൻഡോസിനെ ഡ്രോപ്പ് ചെയ്യാൻ ഉപയോഗിക്കും. അതിനകത്തുള്ള വെപ്പൺസ് വളരെ വേരീഡ് കൈൻഡ്സ് ഓഫ് വെപ്പൺസ് ആണ്. എനിമി ഷിപ്സിന് എതിരായിട്ട് ഉപയോഗിക്കുന്ന ടോപ്പിഡോ വളരെ ഇൻ്റലിജൻറ്റ് ഒരു ഡ്രോണാണത്, ശരിക്കും അണ്ടർ വാട്ടർ ഡ്രോണാണത്. പിന്നെ ഷിപ്പിന് എഗെയിൻസ്റ്റ് ഉപയോഗിക്കുന്ന മിസൈൽസ് ഉണ്ട്. അണ്ടർ വാട്ടർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിൽ വന്നു കഴിഞ്ഞിട്ട് പറന്ന് ഷിപ്പിനെ ഹിറ്റ് ചെയ്യും. പിന്നെ ഞങ്ങൾ ഷോറിലൊക്കെ അറ്റാക്ക് ചെയ്യാനുള്ള മിസൈൽസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ എനിമി ഹാർബേഴ്സിൻ്റെ അടുത്ത് വന്ന് എക്സ്പ്ലോസീവ്സ് ലേ ചെയ്യാം, അതിന് മൈൻസ് എന്ന് പറയും, അത് ലേ ചെയ്യാം. പിന്നെ വലിയ സബ്മറീൻസിൽ സ്ട്രാറ്റജിക് വെപ്പൺസ് ഉണ്ട്. സ്ട്രാറ്റജിക് വെപ്പൺസ് എന്ന് വെച്ചാൽ അതിനകത്ത് SLBM സാധനം ഉണ്ട്. എന്ന് വെച്ചാൽ സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽസ്. അത് ശരിക്കും 10,000 kilometers ഒക്കെയാണ് അതിൻ്റെ റേഞ്ച്. അതിനകത്ത് ന്യൂക്ലിയർ ടിപ്ഡ് ആണ്. സോ യു കെൻ ലിറ്ററലി സ്റ്റാർട്ട് World War III വിത്ത് ദാറ്റ്. കാരണം അതിന് അത്രയ്ക്ക് ഫയർ പവറാണ്. സെക്കൻഡ് വേൾഡ് വാറിൽ കമ്പൈൻഡ് ഫയർ പവറിനേക്കാളും കൂടുതൽ ഒരു സബ്മറീനകത്തുള്ള ഫയർ പവറാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ നമുക്ക് സബ്മറീനെ അറിയാൻ പറ്റില്ല എവിടെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റൂമിൽ ഇരുന്നിട്ട് പറയാണ് അവിടെ ഒരു പാമ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടി. അതുപോലെ സബ്മറീൻ അതൊരു ഡിറ്ററൻറ്റ് ഫോഴ്സാണ്. അപ്പോൾ ഒരു വാർ സ്റ്റാർട്ട് ചെയ്തു, ഒരു സബ്മറീൻ പോയിട്ട് എനിമി ഹാർബറിൻ്റെ അടുത്ത് ഒരു ഷിപ്പിനെ മുക്കിയെന്ന് വെച്ചാൽ അവരുടെ മാരിടൈം ട്രേഡ് കംസ് ടു എ ഹോൾട്ട്. സമീപത്ത് സബ്മറൈൻ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രതിരോധമാണ്. കറക്റ്റ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഡിറ്ററൻസ്. ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ജേർണി ഏതായിരുന്നു സാറ് സഞ്ചരിച്ചതിൽ സബ്മറൈനിൽ? ഒരു ഡീസൽ ഇലക്ട്രിക് ബോട്ടിനൊരു 2 മാസമായിരിക്കും. അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ പവർ സബ്മറീന് ഒരു 100 ദിവസമായിരിക്കും, 3 മാസത്തിന് മുകളിൽ. അപ്പോൾ 3 മാസം നമ്മൾ കടലിനടിയിലായിരിക്കും. ഒരു ന്യൂക്ലിയർ പവർ സബ്മറീൻ ആണെങ്കിൽ മുകളിലോട്ട് വരികയില്ല. അപ്പോൾ ആ 3 മാസം അവരെവിടെ വേണമെങ്കിലും ആയിരിക്കും, ലോകത്ത് എവിടെ വേണമെങ്കിലും ആയിരിക്കാം. അത് അവരെ പെട്രോൾ ഏരിയയൊക്കെ വളരെ കോൺഫിഡൻഷ്യലാണ്, എവിടെയാണ് അവർ ചെയ്യുന്നത്. ഏറ്റവും രസകരമായ സാധനം സബ്മറീനകത്തുള്ള ആൾക്കാർക്കും എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ക്യാപ്റ്റന് അല്ലെങ്കിൽ 2-3 പേർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എവിടെയാണ് സബ്മറീൻ. ഇപ്പം ഇന്ന സ്ഥലത്താന്നുള്ള പൊസിഷനിങ് എങ്ങനെയാണ്? കടലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ അതോ ഇന്ന കോണ്ടിനെന്റിന്റെ പരിസരം അല്ലെങ്കിൽ ഇന്ന രാജ്യത്തിന്റെ പരിസരം, എങ്ങനെയാണ് അത് കണക്കാക്കുന്നത്? പൊസിഷനിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഇനോഷണൽ നാവിഗേഷൻ സിസ്റ്റം, പിന്നെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GPS ഉണ്ട്, ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇനോഷണൽ നാവിഗേഷൻ സിസ്റ്റത്തിനെ അപ്ഡേറ്റ് ചെയ്യാനാണ് GPS. പക്ഷേ നിങ്ങളുടെ ആൻസർ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചാർട്ട്സ് ഉണ്ട്. നമ്മൾ കാറിൽ മാപ്പില്ലേ, അതുപോലെ കടലിലെ മാപ്പ് ഉണ്ട്. ആ കടലിലെ മാപ്പ് എല്ലാം ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അങ്ങനെ ഗ്രിഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അറിയാം ആ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണെന്ന് അറിയാം. അത് നിങ്ങൾ യാത്ര തുടങ്ങിയതിന് ആ പൊസിഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? കറക്റ്റ്. നമ്മൾ എല്ലാത്തിൻ്റെയും ബേസ് ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൊങ്ങി വരുമ്പോൾ കുറച്ചൊക്കെ ഒരു എറർ ഉണ്ടാവും. ആ എറർ മാറ്റാനാണ് ഞങ്ങളൊരു GPS അപ്ഡേറ്റ് എടുക്കുക. അപ്പോൾ അത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയി. ഈ GPS അപ്ഡേഷൻ കിട്ടാൻ മുകളിലേക്ക് പൊങ്ങി വരും? അത് പെരിസ്കോപ്പിന്റെ ജസ്റ്റ് താഴെ വരണം. അല്ലെങ്കിൽ പല സബ്മറീനിലും ഒരു ബോയ് എന്ന് വെച്ചാൽ ഒരു ഫ്ലോട്ടിംഗ് ഡിവൈസ് മുകളിലേക്ക് ഇടാം താഴ്ത്തുനിന്ന് തന്നെ. അപ്പോൾ അടുത്ത് വരും, കടലിന്റെ സർഫസിന് അടുത്ത് വരണ്ട. ആ ബോയ് മുകളിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് ആന്റിന ഉണ്ട്. യു കെൻ ടേക്ക് എ GPS അപ്ഡേറ്റ് ആൻഡ് പുൾ ഇറ്റ് ബാക്ക് ഇൻ. കണ്ണ് മാത്രം കടലിന്റെ ഉപരിതലത്തിൽ വെച്ചും കൊണ്ട് ഈ തിമിംഗലം പൊങ്ങി വരുമല്ലോ, അതിന്റെ ഒരു കോൺസെപ്റ്റിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കുമല്ലോ ഈ പെരിസ്കോപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഈ പെരിസ്കോപ്പ് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് പെരിസ്കോപ്പിക് വ്യൂ നിങ്ങൾ യൂസ് ചെയ്യുന്നത്? പല സമയത്ത് ഞങ്ങൾ കടലിന്റെ മുകൾ തട്ടിലേക്ക് വരും. കാരണം അതിന് പല റീസണുണ്ട്. ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിരിക്കും, കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യാനായിരിക്കും, വിഷ്വൽ ഇൻ്റലിജൻസ് വെച്ചാൽ നമ്മൾ മുകളിൽ എന്താ നടക്കണമെന്ന് വിഷ്വലി പിക്കപ്പ് ചെയ്യാനായിരിക്കാം. അല്ലെങ്കിൽ ഡീസൽ ഇലക്ട്രിക് ബോട്ടിൽ ബാറ്ററി ചാർജ് ചെയ്യാനായിരിക്കും ഞങ്ങൾ മുകളിലേക്ക് വരും. ആ സമയത്താണ് ഈ പെരിസ്കോപ്പ് ഇടുക. പെരിസ്കോപ്പിന് ഒരു ട്യൂബാണ്. ആ ട്യൂബിനകത്ത് പ്രിസംസ് ആണ്. ആ പെരിസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യാം, 360 ഡിഗ്രി കാണാൻ പറ്റും. അത് മുകളിലേക്ക് ചെയ്യുകയും ചെയ്യാം, മുകളിലേക്ക് ടിൽറ്റ് ചെയ്യുകയും ചെയ്യാം. അതിനകത്ത് ഓപ്റ്റിക്സ്, കാരണം ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ടെങ്കിൽ കാണാനൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ പെരിസ്കോപ്പ് ആർ
ടെക്നോളജിക്കൽ മാർവലാണ്. അതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളില്ല. അതിനകത്ത് വാർണിംഗ് ഡിവൈസസ് ഉണ്ട്, അതിനകത്ത് തെർമൽ ഇമേജസ് ഉണ്ട്, അതിനകത്ത് ലേസർ റേഞ്ച് ഫൈൻഡേഴ്സ് ഉണ്ട്, അതിനകത്ത് ലോ വിഷൻ ഡിവൈസസ് ഉണ്ട്. പിന്നെ അതിനകത്ത് നോക്കുകയൊന്നും വേണ്ട, അത് കംപ്ലീറ്റ് ഫൈബർ ഓപ്റ്റിക്സ് ആണ്. അത് താഴത്തോട്ട് വന്ന് കൺട്രോൾ റൂമിൽ പോയി അതിനകത്ത് ഡിസ്പ്ലേയിലാണ് കാണുക. അപ്പോൾ അതുകൊണ്ട് പഴയ പോലെ സബ്മറീൻ അതിനകത്ത് നോക്കി നിൽക്കുകയൊന്നും വേണ്ട. പക്ഷേ എല്ലാ സബ്മറീനും ഒരു 2 പെരിസ്കോപ്പ് ഉണ്ടാവും. ഒന്ന് അവർ മാനുവലായിട്ട് ഉണ്ടാവും, മറ്റേത് കംപ്ലീറ്റ് ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഡിവൈസ് എന്ന് പറയും. അത് കംപ്ലീറ്റ് $multi-million എക്വിപ്മെന്റ്. അത് തന്നെ തെർമൽ ഇമേജസ് എന്തിനാണ് ഹെൽപ്പ്? നിങ്ങൾ പ്രിഡേറ്റർ, ആർണോൾഡ് ഷ്വാർട്സ്നെഗറിന്റെ പ്രിഡേറ്റർ കണ്ടില്ലേ? അപ്പൊ അതിനകത്ത് ആ പ്രിഡേറ്റർ കാണുമ്പോൾ തേർമൽ അത് ഇതിന്റെ ഒരു വളരെ പ്രിമിറ്റീവ് വേർഷൻ. അതിനകത്ത് സെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും റേഡാറോ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അത് പിക്കപ്പ് ചെയ്യാൻ പറ്റും. അത് ഉപരിതലത്തിൽ വന്നാൽ മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വെള്ളത്തിനടിയിലാണെങ്കിൽ അതുകൊണ്ട് ഉപയോഗമില്ല. നല്ല ക്വസ്റ്റ്യൻ. കാരണം എന്താ വെച്ചാൽ വെള്ളത്തിന്റെ ഒരു 2 ഇഞ്ച് വെള്ളത്തിനടിയിൽ പോയാണ് നമ്മൾക്ക് അറിയാവുന്ന എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും പെനിട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സബ്മറീൻ ശരിക്കും വെള്ളത്തിന്റെ താഴെയാണെങ്കിൽ ഒന്ന് റഡാറും ഇലക്ട്രോണിക് വേവ്സും ഒന്നും പെനിട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. എയർക്രാഫ്റ്റ്സിനൊക്കെ പലപ്പോഴും പക്ഷികൾ ഒരു ഭീഷണിയാണ്. കടലിന്റെ അടിയിലുള്ള സബ്മറൈനോളം വലിപ്പമുള്ളതെന്ന് പറയാവുന്നത് ഈ നീലത്തിമിംഗലങ്ങളാണല്ലോ. ഇത്തരത്തിലുള്ള വലിയ ജീവികൾ സബ്മറൈൻസിന് ഭീഷണിയാവുമോ? അതുമായിട്ട് ഹിറ്റ് ചെയ്ത എന്തെങ്കിലും പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു സബ്മറീൻ്റെ സൈസ് ശരിക്കും ഒരു ബ്ലൂ വെയിലിനേക്കാളൊക്കെ വളരെ വലുതാണ്. അങ്ങനെ ഒരു കൊളിഷൻ ഉണ്ടായാലും സബ്മറീനിന് അങ്ങനെ കാര്യമായിട്ടൊരു പരിക്ക് പറ്റാൻ ചാൻസ് ഇല്ല. ചില ഏരിയാസിൽ പോകുമ്പോൾ ഞങ്ങളുടെ സൊണാറിൽ നിറച്ച് ഫിഷിനെ കേൾക്കാൻ പറ്റും. ഡോൾഫിൻസിൻ്റെ ക്ലിപ്സ്, ചേർബ്സ്. കാരണം അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതൊരു വലിയൊരു സാധനം, ഒരു ഫിഷ് പോലൊരു സാധനമാണ്. അപ്പോൾ അവർ എക്കോലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ പല സമയത്തും അവർ വളരെ അടുത്ത് കുറെ സ്വിം ചെയ്യണ നമുക്ക് കേൾക്കാം. ഓരോന്നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇത് ഇന്ന ജീവിയുടെ അത് സിനിമയിലൊക്കെ പറ്റിയിരിക്കും. പക്ഷേ ഒരു ദിവസത്തെ നിങ്ങളുടെ ഒരു സബ്മറൈനുള്ളിൽ ഒരു റുട്ടീൻ വർക്ക്, ഓരോ ക്രൂ മെമ്പേഴ്സ് എന്താ ചെയ്യുന്നത്, എത്ര വിഭാഗങ്ങളുണ്ട് എന്നുള്ളതൊന്ന് പറയൂ. ഞങ്ങൾക്ക് വർക്കിംഗ് അവേഴ്സ് ഒക്കെ 24 hours ആണ്. പിന്നെ എപ്പോഴാണ് അവസാനിക്കുക? ആ സബ്മറീൻ തിരിച്ചു വന്ന് എല്ലാം ഹാർബർ കണ്ടീഷൻസിലേക്ക് മാറ്റുമ്പോഴാണ് ഞങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് അവസാനിപ്പിക്കുക. ഞങ്ങൾ ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ പല സബ്മറീനിലും പല മാതിരിയാണ്, പല കൺട്രീസും പല മാതിരിയാണ്. ചിലപ്പോൾ 3 hours ഓൺ ആയിരിക്കും, 6 hours ഓഫ് ആയിരിക്കും. ഒരു ആവറേജ് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരു 4-4.5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ വരെ കിടന്ന് ഉറങ്ങാൻ പറ്റിയിരിക്കും. അത് സബ്മറീൻ്റെ ക്രൂയിങ് അനുസരിച്ചിരിക്കും. ഈ ശത്രുക്കളുടെ ഒരു സാന്നിധ്യം അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ സ്റ്റെൽത്ത് മോഡിലേക്കല്ലേ പോവുക? എല്ലാ സബ്മറീനിലും എത്രയോ എക്വിപ്മെൻ്റ് ഉണ്ട്. ഹൺഡ്രഡ്സ് ഓഫ് എക്വിപ്മെൻറ്റ്, പമ്പ്സ്, സ്വിച്ച് ഗിയേഴ്സ് എല്ലാം ഉണ്ട്. ചില ഏരിയാസിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ അൾട്രാ ക്വയറ്റ് സ്റ്റേറ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ വളരെ നിശബ്ദമായിട്ട് പോവുക. അപ്പോൾ ആ സമയത്ത് ഒരു വലിയൊരു ലിസ്റ്റ് ഉണ്ട്. അത് മുഴുവൻ ഓഫ് ചെയ്യും. ചില എക്വിപ്മെൻറ്റ് ഓൺ ചെയ്യില്ല, ചില എക്വിപ്മെൻറ്റ് ഓൺ ചെയ്താൽ ഓഫ് ചെയ്യില്ല. അതിനൊക്കെ റീസൺ ഉണ്ട്. എത്ര സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നതാണ് ഇതിങ്ങനെ ഒരു ശത്രു സാന്നിധ്യം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ? എത്ര മിനിറ്റ്സിൻ്റെ ഉള്ളിലാണ് എല്ലാം? ഫ്യൂ മിനിറ്റ്സ്. ചില സന്ദർഭങ്ങളിൽ ഈവൻ അനൗൺസ് ചെയ്യുപോലുമില്ല. ഞങ്ങളത് ഇൻഡിവിജ്വലി ലൊക്കേഷൻസിലേക്ക് പാസ് ചെയ്യും ഇൻഫർമേഷൻ. കാരണം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സൗണ്ട് സബ്മറീൻ്റെ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ക്വയറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഡെക്കിൽ ഒരു സ്പാനർ വീണ് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി പിക്ഡ് അപ്പ്. 100ഓളം പേരുള്ള ഒരു ക്രൂ അല്ലേ, അവരെല്ലാവരും അറിയുന്നത് എങ്ങനെയാണ് ഇത് സമീപത്തുണ്ട് എന്നുള്ളത്? ഞങ്ങൾക്ക് ഇന്റേണൽ കുറേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഉണ്ട്. പിന്നെ എല്ലാ സമയത്തും 1/3 ഓഫ് ദ ക്രൂ വാച്ചിലാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അതിനകത്ത് തന്നെ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റംസ് ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലായിടത്തും എത്തും. ഫ്യൂ സെക്കൻഡ്സ് മതി ബാക്കി എല്ലാവരും അവരുടെ പൊസിഷൻസിലേക്ക് പോകാൻ. ശത്രുക്കളിൽ നിന്നുള്ള ഏറ്റവും വലിയ ഡിഫെൻസീവ് മെക്കാനിസം അന്തർവാഹിനികളുടെ എന്ന് പറയുന്നത് ചത്ത പോലെ കിടക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അല്ലേ? ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ചത്ത പോലെ കിടക്കുക മാത്രമല്ല, ഞങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. വളരെ ക്വയറ്റായി നിന്നിട്ട് പിന്നെ പൗൺസ് ചെയ്യണേ. അതാണ് സബ്മറീൻ ചെയ്യുക. അപ്പോൾ കൂടുതൽ സമയം ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യായിരിക്കും. സബ്മറീൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതിൻ്റെ സ്റ്റെൽത്താണ്. അപ്പോൾ ആ സ്റ്റെൽത്ത് എന്തിനാ മെയിൻറ്റെയിൻ ചെയ്യണേ? ആ സമയം വരുമ്പോൾ അവർക്ക് അറിയാൻ പാടില്ല എവിടുന്നാണ് പിന്നെ ഒരു സംസാരം കുറയ്ക്കോ? ആക്ച്വലി യെസ്. ചില സമയങ്ങളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചിലപ്പോൾ ഞങ്ങൾ അകത്തുള്ള എയറിൻ്റെ കോമ്പോസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ചിലപ്പോൾ ഞങ്ങൾ ഓഫ് ഡ്യൂട്ടി ആൾക്കാരോട് പറയും കിടക്കാൻ പറയും. ഏറ്റവും കുറവ് മൂവ്മെൻറ്റ്, ഏറ്റവും അങ്ങനെ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. സ്റ്റെൽത്ത് മോഡിലേക്ക് പോകുമ്പോഴേ അത് എത്ര മണിക്കൂറുകൾ നമുക്ക് ആ മോഡിൽ നിൽക്കേണ്ടി വരും? അപ്പം ഈ കിച്ചണൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? നല്ല ക്വസ്റ്റ്യൻ. അപ്പം ആ സമയത്ത് ഒന്നുമില്ല.
ആ സമയത്ത് ഏറ്റവും കുറവ് സൗണ്ട്, ഏറ്റവും കുറവ് ആക്ടിവിറ്റിയാണ് നോക്കുക. താങ്കൾ കമാൻഡ് ചെയ്ത ഏറ്റവും ലോങ്ങസ്റ്റ് അൾട്രാ ക്വൈറ്റ് മോഡ് എത്ര സമയം ഉണ്ടായിരുന്നു? അത് ഒരു 24-48 hours. ആണോ? ബേസിക് നെസസിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ മൂവ്മെന്റ്സ് കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. എക്വിപ്മെന്റ്, എയർ കണ്ടീഷനിങ് സിസ്റ്റംസ്, ഇപ്പോൾ വലിയ ബോട്ട്സിലൊക്കെ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ഒക്കെ കുറേ ഷട്ട് ഡൗൺ ചെയ്യായിരിക്കും. എല്ലാവരും അവരുടെ ഡ്യൂട്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും, പക്ഷേ മിനിമം നോയ്സ്, മിനിമം മൂവ്മെൻറ്റ്, സബ്മറീൻ്റെ സ്പീഡും വളരെ കുറവായിരിക്കും. സബ്മറൈൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പരിശീലനത്തിൽ ഈ രീതിയിലുള്ള പമ്മി നടത്തം, ആ രീതിയിലുള്ള കുറഞ്ഞ നോയ്സ് ഉപയോഗിക്കാനുള്ള അങ്ങനത്തെയൊക്കെയുള്ള പരിശീലനങ്ങൾ കിട്ടാറുണ്ടോ, അതോ അത് നിങ്ങൾ ആർജിച്ചെടുക്കുന്നതാണോ? രണ്ടും. ഞങ്ങളൊക്കെ ആദ്യം സബ്മറീനിൽ ജോയിൻ ചെയ്തപ്പോൾ ഏറ്റവും ത്രില്ലിംഗ് ഒരു സാധനം എന്ന് വെച്ചാൽ ഡൈവാണ്. ഒരു 100-130-120 ആൾക്കാരുണ്ടെങ്കിൽ ഓൺ ബോർഡ് ഒരു ന്യൂക്ലിയർ സബ്മറീൻ, അല്ലെങ്കിൽ ഒരു 70 പേര് ഡീസൽ ഇലക്ട്രിക് ബോട്ടിൽ വെച്ചാൽ അവർക്ക് എല്ലാവർക്കും ഒരു സിങ്ക്രണൈസ്ഡ് ആക്ഷൻ ഉണ്ടാവും. അവർക്ക് അവരുടേതായ ഒരു കോമ്പിനേഷൻ ഓഫ് ആക്ഷൻസിൽ എല്ലാവരും കറക്റ്റായിട്ട് സിങ്ക്രണൈസ് ചെയ്താലേ അത് സേഫായിട്ട് ഡൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എർജൻറ്റ് ഡൈവാണ്. എർജൻറ്റ് ഡൈവ് എന്ന് വെച്ചാൽ ക്യാപ്റ്റൻ മോളിൽ നിന്ന് പറയും ഡൈവ് ഡൈവ് ഡൈവ്. ഈ 3 വാക്കുകൾ ഇറ്റ് ക്യാൻ സെറ്റ് ഇൻ ടു മോഷൻ ഹൺഡ്രഡ്സ് ഓഫ് ആക്ഷൻസ്. എന്ന് വെച്ചാൽ ഒരു 10-100 ആക്ഷൻ അപ്പം തന്നെ ഉണ്ടാവും. ആ ആക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പലതും പിന്നെ വേറെ ചോദിക്കുകയോ പറയുകയോ ഒന്നുമില്ല. ഈ ഓർഡർ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അവരുടേതായ സാധനങ്ങൾ ചെയ്യും. ഇറ്റ് ഈസ് സോ ക്വിക്ക്. ശരിക്കും ഡിലേ ആയിക്കഴിഞ്ഞാൽ നമ്മൾ മുകളിലിരിക്കും. ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലപ്പോഴും ഈ അന്തർവാഹിനികളെ കണ്ടെത്തലാണ് അവരുടെ ഒരു പ്രധാന ദൗത്യം എന്ന് പറയുന്നത്. മറ്റ് രാജ്യങ്ങൾ അവരുടെ ഹെലികോപ്റ്ററിൽ വന്നിട്ട് ഈ സോണാസ് കടലിൻ്റെ ഉള്ളിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ആണല്ലോ അന്തർവാഹിനി പരിസരത്തുണ്ടോ എന്ന് കണ്ടെത്തുന്നത്. അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ തീർച്ചയായിട്ടും നേരിട്ടിട്ടുണ്ടാവുമല്ലോ. ഒരു സബ്മറീനിന് ഏറ്റവും പൊട്ടൻഷ്യൽ ഡേഞ്ചറാണ് ഹെലികോപ്റ്ററിൻ്റെ ഡങ്കിങ് സോണാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിനടിയിലിട്ടിട്ട് അത് ഒരു സബ്മറീനെ ലൊക്കേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ആൻറ്റി സബ്മറീൻ ഹെലികോപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പവറാണ്. അപ്പോൾ ഞങ്ങൾ പല സമയത്തും ഹെലികോപ്റ്റർ ഓപ്പറേഷൻസ് സസ്പെക്ട് ചെയ്തതെന്ന് വെച്ചാൽ വളരെ ക്വയറ്റ് ആയിരിക്കും. ഞങ്ങളെ മൂവ്മെൻറ്റ് ഞങ്ങൾ ചില മൂവ്മെൻറ്റ് ചെയ്യില്ല, ഞങ്ങൾ ചില സ്പീഡ്സിൽ ഓപ്പറേറ്റ് ചെയ്യില്ല, ഞങ്ങൾ ചില ആസ്പെക്റ്റ് കൊടുക്കില്ല. അപ്പോൾ ഈ റെഡ് വാർണിംഗ്, അതായത് ഏറ്റവും ഡേഞ്ചറസ് സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു സബ്മറൈനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള സോണാർ ഡിറ്റക്ട് ചെയ്യൽ തന്നെയാണ്. യെസ്, ഒരു വളരെ ക്ലോസ് ആയിട്ട് ഒരു പിങ് കേൾക്കുക, അല്ലെങ്കിൽ റൂട്ട് വാഷ് എന്ന് വെച്ചാൽ സബ്മറീൻ്റെ ഹെലികോപ്റ്ററിൻ്റെ റോട്ടർ അതിൻ്റെ വാഷിൻ്റെ സൗണ്ട് പിക്കപ്പ് ചെയ്യാം. ഡൗൺ വാഷ് പിക്കപ്പ് ചെയ്യാം, താഴെ അതിൻ്റെ സൗണ്ട് പിക്കപ്പ് ചെയ്യാം. അതൊക്കെ ആണെങ്കിൽ വളരെ അടുത്താണെന്ന് മനസ്സിലാവാം. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാണ്ടിരിക്കാനാണ് ഒരു സബ്മറീൻ ക്യാപ്റ്റൻ്റെയും ക്രൂവിൻ്റെയും ഏറ്റവും വലിയ ദൗത്യം. സോണാറിൻ്റെ ഡിറ്റക്ഷൻ ഉണ്ടായി കഴിഞ്ഞാലുള്ള നിങ്ങൾ കൊടുക്കുന്ന വാർണിംഗ് എന്താണ്? അത് പല കൺട്രീസും പല മാതിരിയാണ്. പക്ഷേ ഏറ്റവും ഫാസ്റ്റ് ചെയ്യണത് ഇവേഷനാണ്. ഇവേഷൻ എന്ന് വെച്ചാൽ അവിടെ നിന്ന് പതുക്കെ വിഡ്രോ ചെയ്യുക. പിന്നെ വേഗതയിൽ ഡൈവ് ചെയ്യാൻ പറ്റും, അതും പ്രശ്നമല്ലേ? ചില സ്പീഡ് പ്രൊഫൈൽസിൽ പ്രൊപ്പലറിൻ്റെ നോയ്സ് ക്യാൻ ബി പിക്ഡ് അപ്പ്. അപ്പം ഞങ്ങൾ ചിലപ്പോൾ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ആസ്പെക്റ്റ് മാറ്റി ഡൈവ് ചെയ്യും. അത് ഒരു വാസ്റ്റ് സയൻസാണ്. എങ്ങനെയാണ് ഇവേഷൻ, എങ്ങനെയാണ് അറ്റാക്ക്, എങ്ങനെയാണ് അതൊരു ജീവിതകാലം മുഴുവൻ പഠിച്ചാലേ അത് ഒരു സബ്മറീൻ ക്യാപ്റ്റന് ഇത് മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഈ ഹെലികോപ്റ്റർ പോലെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ സബ്മറൈനുകളുടെ സാന്നിധ്യവും വലിയ ഭീഷണിയല്ലേ? ഏറ്റവും വലിയ ഡേഞ്ചർ വേറൊരു സബ്മറീനാണ്. 2 സബ്മറീനും വളരെ ക്വയറ്റ് ആയിരിക്കും. ആൻഡ് 2 സബ്മറീനും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും പറ്റില്ല. ചിലപ്പോൾ മറ്റേ സബ്മറീൻ ഉണ്ടെന്ന് അറിയുന്നത് ആ സബ്മറീൻ ഫ്യൂ മീറ്റേഴ്സ് ആയിരിക്കും. പല പ്രാവശ്യവും 2 സബ്മറീൻ കൂട്ടിയിടിച്ചിട്ടുണ്ട്. നമ്മുടെ അല്ല, പക്ഷേ അമേരിക്കൻസും റഷ്യൻസൊക്കെ ആയിട്ട്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് കാണാൻ പറ്റില്ല. രണ്ടും സ്റ്റെൽത്ത് മോഡിലും ആയിരിക്കും. രണ്ടുപേരും വളരെ ക്വയറ്റ് ആയിരിക്കും. ഈ കൂട്ടിയിടിച്ചത് ആ രാജ്യങ്ങൾ പുറത്തു വിടുക വിവരം വളരെ 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 കോൺഫിഡൻഷ്യൽ ആയിരിക്കും. താങ്കൾ ഒരു 2 പതിറ്റാണ്ടോളം അന്തർവാഹിനീൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ഏതാണ്ട് 7 വർഷത്തോളം ക്യാപ്റ്റനായിട്ടും പ്രവർത്തിച്ചു, കമാൻഡിങ് ഓഫീസറായിട്ടും. അതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവം അതിനെക്കുറിച്ച് സംസാരിക്കാമോ? പല കാര്യങ്ങളും പബ്ലിക് ഡൊമെയിനിൽ അല്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ കുറേ കാലം മുമ്പ് ഞങ്ങൾ റഷ്യയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആർട്ടിക് ഓഷനിൽ കുറേ സെയിൽ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് പീക്ക് വിൻ്റർ കണ്ടീഷൻസിലായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് ഐസ് കാണില്ലല്ലോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഐസ് കണ്ടു കഴിഞ്ഞാൽ അത് എത്ര തിക്കാണ്,
അത് ആ ഇത് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് അറിയുന്നത്. ഞങ്ങളൊരിക്കൽ ടെസ്റ്റിങ്ങിൻ്റെ സമയത്ത് പോകുമ്പോൾ പെട്ടെന്നൊരു ലോസ് ഓഫ് ഡെത്ത് ഉണ്ടായി, പ്രോബബ്ലി ബിക്കോസ് ഓഫ് ഐസ് ഇൻ ദ ബാലസ്റ്റ് ടാങ്ക്. ഞങ്ങൾ റിക്കവർ ചെയ്തപ്പോഴേക്കും ഒരു 1/2 മീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ താഴ്ത്തുനിന്ന്. പെരിസ്കോപ്പിൽ നിന്ന് കണ്ണെടുക്കുന്നതിന് മുമ്പ് തന്നെ സബ്രീൻ താഴത്തോട്ട് പോയി. പിന്നെ ആ ടീം എഫേർട്ട് കാരണം മാത്രം ഞങ്ങൾ സിൻക്രണൈസ്ഡ് ആയിട്ട് ആ ടീം എഫേർട്ട് കാരണം മാത്രം അതിൻ്റെ ഡിസെൻറ്റ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തത്. കടൽക്ഷോഭമൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭീഷണിയാണല്ലോ സബ്മറൈൻസിനെ സംബന്ധിച്ച്. അത്തരത്തിലുള്ള പാരിസ്ഥിതിക ഭീഷണികൾ നേരിട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ശരിക്കും സബ്രീനകത്ത് വളരെ ഒരു ഗുണമുണ്ട്. ഒന്ന്, താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ മുകളിൽ എന്തുണ്ടായാലും അതിൻ്റെ എഫക്റ്റ് താഴെ വരില്ല. പക്ഷേ ഞങ്ങൾ ഒരിക്കൽ അറ്റ്ലാന്റിക് ഓഷനിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് പീക്ക് വിൻ്റർ കണ്ടീഷൻസിലായിരുന്നു. എന്നിട്ട് ഒരു വലിയൊരു സ്റ്റോം ഉണ്ടായി. ആ സ്റ്റോമിനകത്ത് വേവ്സ് 16 മീറ്റേഴ്സ് ആയിരുന്നു. ആ സീ വാസ് സോ റഫ് ദാറ്റ് ഞങ്ങളൊരു 100 മീറ്റർ താഴെയാണെങ്കിലും സബ്രീൻ റോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് താഴെ പോകാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ നോർത്ത് സീയിലായിരുന്നു. അപ്പോൾ നോർത്ത് സീ ഓയിൽ ഫീൽഡ്സിൻ്റെയും അവിടെയൊക്കെ അടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഗോ ഡൗൺ. ഓയിൽസ് ഒക്കെ ഉള്ള സ്ഥലത്ത് അടിയിൽ പോയാൽ കാരണം അണ്ടർ വാട്ടർ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഐ നീഡ് ടു മെയിൻറ്റെയിൻ എ ഡെപ്ത്. ഒരിക്കൽ ബാറ്ററി ചാർജ് ചെയ്യാൻ ഞങ്ങൾ മുകളിലേക്ക് വന്നു. അപ്പോൾ മുകളിലേക്ക് വന്ന് പെരിസ്കോപ്പ് പുറത്തിട്ടപ്പോഴാണ് മനസ്സിലായ എക്സ്ട്രീം റഫ് വെതർ, സീറോ വിസിബിലിറ്റി, സോണാറിലൊന്നും പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, റെഡാറിലൊന്നും പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് പുറത്ത് മുഴുവൻ സ്ലീറ്റ് ആയിരുന്നു. സ്ലീറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ മഴ, ഐസിൻ്റെ മഴ. അപ്പോൾ ഞങ്ങൾ ഒരു വലിയൊരു വേവ് വന്നു. അപ്പോൾ സബ്രീനെ അത് താഴത്തോട്ടാക്കി. ഞങ്ങൾ മുകളിൽ വന്നപ്പോൾ ശരിക്കും സബ്രീൻ പെരിസ്കോപ്പ് ക്ലിയർ ആയിട്ട് വലിയൊരു ഷിപ്പ് ഡയറക്റ്റ്ലി ഞങ്ങളുടെ മുമ്പിൽ തന്നെ. പിന്നെ അഗൈൻ ഇതൊരു കോമ്പിനേഷൻ ഓഫ് എക്സലൻറ്റ് ആക്ഷൻസ് ബൈ ദ ക്രൂ. ഞങ്ങളത് ഇവേഡ് ചെയ്ത് താഴത്തോട്ട് പോയി. അത് ഒരു 4 ദിവസം ആ സ്റ്റോം ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ആ സ്റ്റോം എബേറ്റ് ചെയ്തത്. ഈ ആർട്ടിക് ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു ഭീഷണി ഐസ് അല്ലേ? അപ്പം ഈ ഐസിനെ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്ത് പോകുന്നത്? എല്ലാ വെസലിനും ഒരു ഐസ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതിൽ എത്ര തിക്നെസ് ഐസ് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്. ഐസിനെ ബ്രേക്ക് ചെയ്യാനാണ് ഐസ് ബ്രേക്കേഴ്സ്. ഇപ്പോൾ വൈറ്റ് സീലൊക്കെ ആണെങ്കിൽ രണ്ട് ഐസ് ബ്രേക്കേഴ്സ് ഉണ്ടാവും. വലിയ 2 ഐസ് ബ്രേക്കർ മുമ്പിലുണ്ടാവും. ഒരു ഐസ് ബ്രേക്കിംഗ് ടഗ് ബാക്കിലുണ്ടാവും. എന്നാലേ സബ്മറീന് സേഫായിട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു ഐസ് ബ്രേക്കർ ഒരു 150 മീറ്റർ മുമ്പിലാണെങ്കിലും നമ്മൾ ആ സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഐസ് ക്ലോസും ചെയ്തിട്ടിരിക്കും. അപ്പോൾ ശരിക്കും ഐസ് ഇങ്ങനെ കംപ്രസ് ചെയ്യുന്ന നോയ്സ് ശരിക്കും സബ്രീനകത്ത് കേൾക്കാം. ഭയങ്കര ഗ്രൈൻഡിങ് നോയ്സ് ആയിരിക്കും. ഐസുള്ള സ്ഥലത്ത് അപ്പോൾ ക്വൈറ്റായി സഞ്ചരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ആർട്ടിക് ഐസ് ക്യാപ്പ് എന്ന് വെച്ചാൽ അതൊരു ഐസ് ക്യാപ്പാണ്, അതൊരു കോണ്ടിനെൻ്റ് അല്ല. അപ്പോൾ പല ന്യൂക്ലിയർ സബ്മറീൻസും, എസ്പെഷ്യലി ന്യൂക്ലിയർ പവർഡ് ബാലിസ്റ്റിക് മിസൈൽ ഫയറിംഗ് സബ്മറീൻസ് ഐസ് ക്യാപ്പിന് അടിയിലായിരിക്കും. അപ്പം മുകളിൽ നിന്ന് അവരെ ഡിറ്റക്ട് ചെയ്യാനേ പറ്റില്ല. അവർക്ക് ഫയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ദേ ക്യാൻ ഫയർ ത്രൂ തിൻ ഐസ്, അല്ലെങ്കിൽ അവർ സർഫസ് ചെയ്തിട്ട് ഫയർ ചെയ്യാം, അല്ലെങ്കിൽ ഐസ് ക്യാപ്പിൽ നിന്ന് പുറത്തേക്ക് ഫയർ ചെയ്യാം. എന്തിനാണ് ഈ രാജ്യങ്ങൾ ഈ ആർട്ടിക്കിലേക്ക് എന്തിനാ പോകുന്നത്? സർട്ടൻ നമ്പർ ഓഫ് സബ്മറീൻസ് ബോത്ത് എല്ലാ സൂപ്പർ പവേഴ്സും ഓപ്പറേഷൻ പെട്രോളിൽ വെച്ചിട്ടുണ്ട്. അവർ ലോകത്തിൽ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട്, ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഡെറ്ററൻസിനാണ്. എന്തെങ്കിലും ഞങ്ങളാ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ലോഞ്ച് ചെയ്യും. ഇപ്പം എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ എയർക്രാഫ്റ്റിനൊക്കെ ഇജക്ഷൻ സീറ്റുകൾ ഉണ്ടല്ലോ, അതുപോലെ നമ്മുടെ ഈ സബ്മറൈൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്രൂ മെമ്പേഴ്സ് സർവൈവ് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? പല സബ്മറീൻസിലും റെസ്ക്യൂ സ്ഫിയർ എന്നൊരു സാധനമുണ്ട്. ആ റെസ്ക്യൂ സ്ഫിയറിനകത്ത് എല്ലാവരും കയറിയിരുന്ന് അത് ഇജക്റ്റ് ചെയ്യാം. സബ്മറീൻ അത് മുകളിലോട്ട് വരും. പിന്നെ ടോർപിഡോ ട്യൂബ്സ്, കോണിംഗ് ടാർ, അതിനകത്ത് കൂടെയൊക്കെ എസ്കേപ്പ് ചെയ്യാം. പക്ഷേ അതിനൊക്കെ സൂട്ടൊക്കെ വെയർ ചെയ്യണം. പക്ഷേ ഇത് അത്രയും പേർക്ക് ഡാമേജ് സബ്മറീനകത്ത് ഉണ്ടെങ്കിൽ എസ്കേപ്പ് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കാരണം അതിനകത്ത് പ്രഷറൊക്കെ ഇൻക്രീസ് ചെയ്യാം. അപ്പം സബ്മറീൻ റെസ്ക്യൂ അകത്തുനിന്നുള്ള എസ്കേപ്പ് ഇസ് എ വെരി വെരി ഡിഫിക്കൽട്ട് തിങ്. കുറച്ച് സന്ദർഭങ്ങളിൽ മാത്രം ആൾക്കാർ ആക്ച്വലി സബ്മറീനകത്ത് നിന്ന് എസ്കേപ്പ് ചെയ്തിട്ടുള്ളൂ. അതെങ്ങനെയാണ് എസ്കേപ്പ് എന്ന് പറയാം? അത് ടോർപിഡോ ട്യൂബ്സിനകത്ത് കൂടെ നമുക്ക് നുഴഞ്ഞ് പുറത്തോട്ട് വരാം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ട്യൂബുണ്ട്, അല്ല ഞങ്ങൾക്ക് സ്പെഷ്യൽ ഒരു സൂട്ടുണ്ട്. അതിനകത്ത് കറക്റ്റ് സന്ദർഭങ്ങൾ വേണം. ചിലപ്പോൾ സബ്രീനകത്ത് ലൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ആ പാനിക്കിൽ അതിനകത്ത് വെള്ളം നിറയുന്നുണ്ടാവും, അതിനകത്ത് ഫയർ ഉണ്ടാവാം. ആ സമയത്തൊക്കെ ശരിക്കും എസ്കേപ്പ് എന്ന് വെച്ചാൽ വളരെ വിഷമമാണ്. പക്ഷേ പുറത്തുനിന്നുള്ള കണ്ടീഷൻ, പുറത്തുനിന്നുള്ള ഹെൽപ്പ് കൊടുത്ത് സബ്രീനകത്ത് എയർ കൊടുക്കാം, സബ്രീനെ പൊക്കാനുള്ള ചില സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. ദ ചാൻസസ് ഓഫ് ഒരു പ്രോപ്പർ റെസ്ക്യൂ അല്ലെങ്കിൽ എസ്കേപ്പ് ഇസ് വെരി 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 ലോ.
ക്വയറ്റ് മോഡിൽ പോകുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും നിങ്ങൾക്ക് മെയിൻ കൺട്രോൾ റൂമുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമായിട്ടുണ്ടാവില്ലല്ലോ. ആർക്കും അറിയുന്നുണ്ടാവുമോ നിങ്ങൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളത്? നമ്മൾ ക്വയറ്റ് മോഡ് വേണം മാത്രമല്ല, ഞങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അപ്പൊ രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് പോലും എവിടെയാണ് നിങ്ങൾ എന്നുള്ള അറിയണ്ടാവില്ല. സബ്രീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഈ ഇന്ന റീജിയനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ സബ്രീന് അകത്തുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എക്സാക്ട് ലൊക്കേഷൻ. ചില മിഷൻ പ്രൊഫൈൽസിൽ സബ്രീൻ ക്യാപ്റ്റനും നാവിഗേറ്ററിനും സബ്രീൻ സെക്കൻഡ് ഇൻ കമാൻഡിനും മാത്രമേ അറിയണ്ടാവുള്ളൂ എവിടെയാണ് സബ്രീൻ. ബാക്കി സബ്രീനകത്തുള്ളവർക്കും കൂടി അറിയാൻ പറ്റില്ല എവിടെയാണ്. ഇപ്പൊ ആർട്ടിക്കിലൊക്കെ ആണെങ്കിലും പൊങ്ങി വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവില്ലേ? ഏത് ലോകത്തും ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷേ ഞങ്ങൾ എന്താ ചെയ്യാൻ വെച്ചാൽ ഞങ്ങളെല്ലാം റിസീവ് ചെയ്യുള്ളൂ. ചില റേഡിയോ വേവ്സ് ക്യാൻ പെനട്രേറ്റ് ഇൻസൈഡ് വാട്ടർ. അതിന് VLF എന്നൊക്കെ പറയും, വെരി ലോ ഫ്രീക്വൻസി വേവ്സ്. അപ്പോൾ അതിനെ ഇൻറ്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ലോങ് ആൻറ്റിന ഉണ്ട്. അത് സബ്രീനിൽ നിന്ന് ട്രെയിൽ ചെയ്ത് അത് ഫ്യൂ ഹൺഡ്രഡ്സ് ഓഫ് മീറ്റേഴ്സ് ആയിരിക്കും, അതും വെള്ളത്തിനടിയിലായിരിക്കും. അപ്പോൾ ഇത് പെനട്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഞങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റും സിഗ്നൽസ്. പക്ഷേ ഞങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യണ പരിപാടിയില്ല. കാരണം ഒരിക്കൽ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൊക്കേഷൻ ഗിവ് അവേ ചെയ്യും. ഒരു സബ്മറൈൻ്റെ വില എത്രയാണ്, അതിൻ്റെ കാലാവധി എത്രയാണെന്നുള്ളത് പറയാം. ഒരു ഡീസൽ ഇലക്ട്രിക് ബോട്ട് എന്ന് വെച്ചാൽ ഇറ്റ് വിൽ കോസ്റ്റ് സംവെയർ ബിറ്റ്വീൻ $500 million to $750 million. അപ്പോൾ ഒരു 4,000 crores അപ്വേർഡ്സ് ആണ് പ്ലാറ്റ്ഫോം കോസ്റ്റ് വരിക. പക്ഷേ ഇത് ഒരു കോസ്റ്റ് അല്ല. അതിൻ്റെ കൂടെ വെപ്പൺസ് ഉണ്ട്, അതിൻ്റെ കൂടെ ട്രെയിനിങ് ഉണ്ട്, അതിൻ്റെ കൂടെ അതിൻ്റെ സ്പെയർസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ ലൈഫ് സൈക്കിൾ കോസ്റ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ അതിൻ്റെ റിപ്പയർ കോസ്റ്റ് ഉണ്ട്. ന്യൂക്ലിയർ വെപ്പൺസ് അടക്കമുണ്ട്. അത് മാത്രമല്ല, ഈവൻ കൺവെൻഷണൽ വെപ്പൺസ് ആർ വെരി എക്സ്പെൻസീവ്. ന്യൂക്ലിയർ സബ്മറീൻ അത് ഒരു ഡിഫറെൻറ്റ് ലെവലിലാണ്. ചില ന്യൂക്ലിയർ സബ്മറീൻസ് മേ ബി 30,000 crores വിലയുണ്ടാവും. കാലാവധി വെച്ചാൽ ഒരു 10-30 കൊല്ലമാണ്. ഇത്ര നല്ല മെയിൻറ്റെയിൻ ചെയ്താലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡീകമ്മീഷൻ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ സബ്മറീൻ ഡൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷർ ഹള്ള് അതിങ്ങനെ ചുരുങ്ങും. അത് എലാസ്റ്റിക്കാണ്. അത് മുകളിലോട്ട് വരുമ്പോൾ അത് വികസിക്കും. അപ്പോൾ അതിന് എത്ര ടൈം അത് എലാസ്റ്റിക്കായിട്ട് നിൽക്കാൻ പറ്റും, അതിനൊരു നമ്പർ സൈക്കിൾസ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ആ സൈക്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീകമ്മീഷൻ ചെയ്തിരിക്കണം. കറക്റ്റ്, ഡീകമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കണം. സാറ് വർക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സബ്മറൈനെ ഡീകമ്മീഷൻ ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ ഒക്കെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? നേവിക്കൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു റിച്വൽ ഉണ്ട്, ഡീകമ്മീഷനിങ് സെറിമണി എന്ന് വെച്ചാൽ. അപ്പോൾ ആ ദിവസം ആ സബ്മറീൻ്റെ ഫൈനൽ ഡേ ആണ്. അപ്പോൾ അതിൻ്റെ എൻസൈനൊക്കെ ഹോൾഡ് ഡൗൺ ചെയ്യും. ഒരു എൻസൈൻ എന്ന് വെച്ചാൽ അതിനൊരു നേവിയുടെ ഒരു ഫ്ലാഗ് ഉണ്ട്. അത് ലാസ്റ്റ് തവണ അത് താഴത്തോട്ടാക്കി അതിനെ ഡീകമ്മീഷൻ ചെയ്തു. കട്ട് ചെയ്ത് കൊണ്ടുപോകാം, അതിനെ സ്ക്രാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ മ്യൂസിയം ആക്കാം. പക്ഷേ ന്യൂക്ലിയർ സബ്മറീൻ ഡീകമ്മീഷനിങ് വളരെ വ്യത്യാസമുണ്ട്. അതിനകത്ത് ന്യൂക്ലിയർ കോറ് അപ്പോഴും റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ആ കോറ് റിക്കവർ ചെയ്യണം, അത് പിന്നെ ബറി ചെയ്യണം. അത് ഭയങ്കര ഒരു പ്രൊസീജിയറാണ്. അത് ബറി ചെയ്യുന്ന കടലിൽ തന്നെയാണോ അതോ? അത് പല കൺട്രീസും പല മാതിരിയാണ്. അത് ഒരു കൺട്രിയുടെ രഹസ്യമായിരിക്കും അത് ബറി ചെയ്യുന്നത്. കറക്റ്റ്. ഈ മാസങ്ങൾ നീണ്ട ദീർഘയാത്രയ്ക്ക് പോകുമ്പോഴേ ആർക്കെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നേവി ഡോക്ടർ ഉണ്ടോ? ചിലപ്പോൾ ഞങ്ങൾ ലോങ് സെയിലിങ്സിലൊക്കെ പോകുമ്പോൾ ഓഫ്കോഴ്സ് ഡോക്ടർ ഉണ്ടാവും, പിന്നെ ഒരു മെഡിക്കൽ അസിസ്റ്റന്റ് ഉണ്ടാവും, ഒരു കമ്പൗണ്ടർ പോലെ. സർജൻ ഉണ്ടാവും? സർജൻ ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള സർജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്ത് ചെയ്യും? നല്ല ക്വസ്റ്റ്യൻ. ചിലപ്പോൾ ഈ ലോങ് സെയിലിങ്സിൽ പോകുമ്പോൾ അങ്ങനെ ന്യൂക്ലിയർ സബ്മറീൻസിൽ ഉണ്ടായിട്ടുണ്ട്. മെഡിക്കൽ എമർജൻസീസ് ഉണ്ടാവാം. ഇന്ത്യൻ നേവിയിൽ തന്നെ ഒരു അപ്പൻഡിസെക്ടമി ഓൺ ബോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ഓഫീസേഴ്സ് റെസ്റ്റ് റൂമിൻ്റെ അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ഓപ്പറേഷൻ തിയേറ്റർ ലൈറ്റ്സ് ഉണ്ട്, എല്ലാം അതിന് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ ഓപ്പറേറ്റ് ചെയ്തു. ഇറ്റ് വാസ് എ സക്സസ്ഫുൾ ഓപ്പറേഷൻ. ആരായിരുന്നു? ഡോക്ടറാണോ? ആ സബ്മറീനിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അണ്ടർ വാട്ടർ മെഡിസിൻ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അങ്ങേര് ചെയ്താണ്. ഒരു സമയത്ത് ഒരു യങ് ഓഫീസർ ആ കൺട്രോൾ റൂമിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ തൂങ്ങി വന്ന് ലാൻഡ് ചെയ്തപ്പോൾ അവൻ്റെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്തു. അത് ഫസ്റ്റ് ടൈം ഡിസ്ലൊക്കേഷൻ. അപ്പോൾ ഭയങ്കര പാനിക്കലായിരുന്നു. ആ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളൊക്കെ തന്നെ റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ഒരു ജനറൽ ഐഡിയ ഉണ്ടാവും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്. ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഐഡിയകൾ ഇല്ല. ഷോൾഡർ ഡിസ്ലൊക്കേഷനൊക്കെ റിഡക്ഷൻ ഒന്നും അങ്ങനെയൊന്നും ട്രെയിനിങ് ഒന്നും ഇല്ലെങ്കിലും പക്ഷെ പല ഫസ്റ്റ് എയ്ഡ് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. എങ്ങനെയാണ് ആ സന്ദർഭത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ വളരെ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ USP. അത് എൻ്റെ അച്ഛൻ ഓർത്തോപെഡിക് സർജൻ ആയിരുന്നു. അപ്പോൾ ഞാൻ പല 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 സർജറിയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ
അച്ഛൻ ഷോൾഡർ റെഡ്യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയി ആ സന്ദർഭം. ആ സമയത്ത് അത് ഹെൽപ്ഫുൾ ആയി. ഈ എയർ ഇവാക്വേഷൻ വേണ്ട ഏതെങ്കിലും മെഡിക്കൽ എമർജൻസി ഉണ്ടായിട്ടുണ്ട്. ക്യൂട്ട് ഒരു ബാക്ക് പെയിൻ വന്നു. അപ്പോൾ ആ സമയത്ത് വി ഹാഡ് ടു ഇവാക്യുവേറ്റ്. അതിന് സ്പെഷ്യൽ സ്ട്രെച്ചേഴ്സ് ഒക്കെ ഉണ്ട്. പൊങ്ങി വന്ന് ഹെലികോപ്റ്ററിനെ വിളിച്ചു, ഹെലികോപ്റ്റർ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് കോണിംഗ് ടവറിനകത്ത് കൂടെ സ്ട്രാപ്പ് ചെയ്ത് ഞങ്ങൾക്ക് ട്യൂബിലൂടെ അല്ലേ, അപ്പൊ ഈ ബാക്ക് ആവുമ്പോ പ്രശ്നമല്ലേ? സ്ട്രാപ്പ് ചെയ്ത് കൊണ്ടുകൊണ്ട് വന്നു. ചിലപ്പോൾ ഒരു കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക്, എല്ലാ പെരിസ്കോപ്പ് വാച്ചേഴ്സിനും കൺജങ്ക്റ്റിവൈറ്റിസ് വരും. കെയർഫുൾ ആയിട്ട് അവർ ഐസൊലേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഐസൊലേറ്റ് ചെയ്യാം, പക്ഷേ ദർ ഇസ് ഓൺലി സോ മച്ച് യു കെൻ ഡു. ഐസൊലേറ്റ് ചെയ്യാം, പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ മറികടന്ന്? എത്രയും കെയർഫുൾ ആവാൻ നോക്കുക. എത്ര പേർക്ക് പകർന്നു കൺജങ്ക്റ്റിവൈറ്റിസ്? എല്ലാ പെരിസ്കോപ്പ് വാച്ച് കീപ്പേഴ്സിനും ഉണ്ടായിരുന്നു ഒരിക്കൽ. സബ്മറൈൻ്റെ ഉള്ളിലുള്ളൊരു ജീവിതം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കാണുമ്പം ആലോചിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള വളരെ പരിമിതമായ സ്ഥലത്താണല്ലോ നിങ്ങൾ ജീവിക്കുന്നത്. പിന്നെ വളരെ യാന്ത്രികമായിട്ട് ജോലി ചെയ്യുന്നു. വേറെ ഈ പറഞ്ഞതുപോലെ റീക്രിയേഷണൽ ആക്ടിവിറ്റീസിനുള്ള ചെറിയ സമയം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ റെസ്റ്റ് എടുക്കാനായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. ഒരു മെൻ്റൽ ഇഷ്യൂസൊക്കെ വന്നുകൂടായികയില്ലല്ലോ ആളുകളെ സംബന്ധിച്ച്. സ്ട്രെസ്സൊക്കെ വന്നൂടെ? കുറേ കാലമായിട്ട് ഫാമിലിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ്, പുറം ലോകത്തു നിന്ന് ഡിറ്റാച്ച്ഡ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ലൈഫ്. അത്തരം സിറ്റുവേഷൻ എപ്പോഴെങ്കിലും ഹാൻഡിൽ ചെയ്ത് വന്നിട്ടുണ്ട്? ഏതെങ്കിലും ആളുകൾക്ക് ഒരു മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആവുക, ഓക്കെ അല്ലാത്തൊരവസ്ഥ വരിക, അപ്പം എന്താ ചെയ്യുക സന്ദർഭങ്ങൾ? ഒരു നല്ല ക്വസ്റ്റ്യനാണ്. കാരണം ഞങ്ങൾ ഭയങ്കര സെപ്പറേഷൻ ഭയങ്കരമാണ്. ചിലപ്പോൾ ഇപ്പോൾ ഒരു 3 മാസം പെട്രോളിന് പോവുക, ന്യൂക്ലിയർ സബ്മറീനിൽ പോകാൻ വെച്ചാൽ പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷേ ചില കണ്ടീഷൻസിൽ നമുക്ക് ഷോർട്ട് മെസ്സേജസ് അയക്കാം. ചിലപ്പോൾ ഷോർട്ട് മെസ്സേജസ് റിസീവ് ചെയ്യാം. പക്ഷേ അതൊക്കെ വളരെ സെൻസേർഡാണ്. പക്ഷേ അത് വളരെ ഒരു ചില സന്ദർഭങ്ങളിൽ മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ സപ്പോസ് ബാഡ് ന്യൂസ്, ഞാനിപ്പോൾ അമേരിക്കൻ നേവിയുടെ ഒരു എക്സാമ്പിൾ പറയാമെന്ന് വിചാരിച്ചോളൂ. ഒരു ബാഡ് ന്യൂസ് ഉണ്ടെങ്കിൽ ക്യാപ്റ്റൻ പറയില്ല. സപ്പോസ് ഒരു ആരോ ക്രൂ മെമ്പേഴ്സിലുള്ള അടുത്ത ആൾ മരിച്ചു പോയി എന്ന് വെച്ചാൽ അവർ പറയില്ല. ആ പെട്രോളിൻ്റെ ലാസ്റ്റ് ഡേ മാത്രമേ പറയുള്ളൂ. ആ ക്യാപ്റ്റൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അത് പറയേണ്ടതും അവനെ ഹാൻഡിൽ ചെയ്യേണ്ടതും. അങ്ങനെ പറയേണ്ട സന്ദർഭം ഉണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ. പക്ഷെ ഇങ്ങനെ അല്ല ഉണ്ടായ വേറൊരു സന്ദർഭം അങ്ങനെ. പക്ഷെ ഇങ്ങനെ ഒരു ഡെത്തിൻ്റെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അത് അവസാന ദിവസമാണോ പറഞ്ഞത്? അതെ. ക്യാപ്റ്റൻ ആണ് അത്തരം ഒരു അവസ്ഥ വന്നെങ്കിൽ ക്യാപ്റ്റനോട് അവിടുന്ന് കമ്മ്യൂണിക്കേഷൻ അവർ പറയില്ല. ഇല്ല. വളരെ 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 കെയർഫുള്ളായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ ഹാൻഡിൽ ചെയ്യുക. യു ഹാവ് ടു കംപ്ലീറ്റ് യുവർ മിഷൻ. പെട്ടെന്ന് ഈ മിഷൻ അബോർട്ട് ചെയ്യണം എന്ന് ഒരു രാജ്യത്തിന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ അറിയിക്കും? കാരണം കമ്മ്യൂണിക്കേഷൻ പ്രശ്നമല്ലേ? വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അതിപ്പോൾ ഞങ്ങൾ ഒരിക്കലും എക്നോളജ് ചെയ്യണ്ടാവില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്, ഒരു സബ്മറീൻ എവിടെയോ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ആ സെയിം മെസ്സേജ് ഇങ്ങനെ സൈക്ലിക് ഫാഷനിൽ ഓവർ ദി 24 hours ഒരു 6 തവണ ട്രാൻസ്മിറ്റ് ചെയ്യും. പക്ഷേ ശത്രു രാജ്യത്തിന് മനസ്സിലാവൂലേ? അത് എൻക്രിപ്റ്റഡ് ആയിരിക്കും. അതിന്റെ കോഡ് സബ്മറീനകത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. റിസീവ് ചെയ്യാം, ചിലപ്പോൾ എക്നോളജ് ചെയ്തൊന്നും വരില്ല. എത്ര ദിവസങ്ങളോളം ഇതിങ്ങനെ അപ്പോൾ അവൻ ആ സബ്മറീൻ ഒരു വിഡ്രോ ചെയ്ത് ഒരു സ്റ്റേറ്റിൽ ഒരു നല്ലൊരു പൊസിഷനിൽ വരുമ്പോഴാണ് ഇത് എക്നോളജ് ചെയ്യുക. അതാണ് എസെൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ സബ്മറീൻ ഓപ്പറേഷൻസ് ആൻഡ് ഷിപ്പ് ഓപ്പറേഷൻസ്. ഷിപ്പ് ഓപ്പറേഷൻസ് എപ്പോഴും കമ്മ്യൂണിക്കേഷനിലായിരിക്കും. ടു വേ കമ്മ്യൂണിക്കേഷൻ. പക്ഷേ സബ്മറീൻ ഒരിക്കലും എപ്പോഴും 1 way കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഈ ടോർപിഡോസ് ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നത് ക്യാപ്റ്റൻ കമാൻഡിങ് ഓഫീസർക്കായിരിക്കുമല്ലോ ഉണ്ടാവുക. അത് പ്രാക്ടീസിന്റെ ഭാഗമായിട്ടും ചെയ്യുമോ? അത് എത്ര ഫ്രീക്വൻസിയിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുക? വെപ്പൺസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതിനെ ഉപയോഗിക്കാനുള്ള ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. കാരണം ഒരു സബ്മറീൻ എന്തെങ്കിലും വെപ്പൺ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വാർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത്ര റെസ്പോൺസിബിലിറ്റി വേണം. അപ്പോൾ അതിന് ഞങ്ങളുടെ പേര് റൂൾസ് ഓഫ് എൻഗേജ്മെന്റ് എന്ന് പറയും. അത് വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. പീസ് ടൈമിൽ ഞങ്ങൾ റെഗുലർ വെപ്പൺ ഡിപ്ലോയ്മെന്റ് വെപ്പൺ ഫയർ ചെയ്യും. അത് വെപ്പൺസിനെ ചെക്ക് ചെയ്യാനും ക്രൂവിൻ്റെ അറ്റാക്ക് ടീമിനെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങൾ വെപ്പൺസ് ഫയർ ചെയ്യും. അപ്പോൾ അത് ഒരു സൈക്ലിക്കായിട്ട് എല്ലാ ടോർപിഡോ ഫയറിംഗ് സീസൺ മിസൈൽസ് ഫയർ ചെയ്യും, ടോർപിഡോസ് ഫയർ ചെയ്യും, മൈൻസിൽ ചെയ്യും. അതൊക്കെ എല്ലാ സബ്മറീൻസും എല്ലാ കൺട്രീസ് വേൾഡിലും ചെയ്യുന്ന സാധനമാണ്. ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പ്ലോഡ് ചെയ്യുമോ അതോ ജസ്റ്റ് ഫയറിംഗ് മാത്രമേ? നമ്മൾ പ്രാക്ടീസ് ഒരു വെപ്പൺ എടുക്കാന്ന് വെച്ചാൽ അതിനകത്ത് വാർഹെഡ് ഉണ്ടാവില്ല. അങ്ങനെ ചില സമയത്ത് ഞങ്ങൾ ലൈവ് വെപ്പണും ഫയർ ചെയ്യും. ചിലപ്പോൾ സർട്ടൻ കണ്ടീഷൻസിൽ ഞങ്ങൾ ലൈവ് വെപ്പണും ഫയർ ചെയ്യും, അതിനെ ചെക്ക് ചെയ്യാനാണ്. പക്ഷേ മിക്കവാറും 99% പ്രാക്ടീസ് വെപ്പൺസ് ആണ്. ആ പ്രാക്ടീസ് വെപ്പൺസിനകത്ത് വാർഹെഡ് ഉണ്ടാവില്ല. പക്ഷെ അതിനകത്ത് ബാക്കിയൊക്കെ ലൈവാണ്. എക്സ്പ്ലോഡ് ചെയ്യാനുള്ള വാർഹെഡ് മാത്രം ഉണ്ടാവില്ല.
ഒരിക്കൽ ടോർപിഡോ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിക്കവറി ഇല്ല. അതൊരു ഡ്രോൺ പോലൊരു സാധനമാണ്, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ടോർപിഡോന്റെ ഒരു റേഞ്ച് എത്രയാണ്? വേൾഡിൽ ബെസ്റ്റ് ടോർപിഡോസിൻ്റെ ഒക്കെ റേഞ്ച് 60-70 കിലോമീറ്ററാണ്. അപ്പം അത് 70 കിലോമീറ്റർ ഇങ്ങനെ അത് ഇങ്ങനെ ട്രാവൽ ചെയ്യില്ല. അത് കുറച്ച് പോയി കഴിഞ്ഞാൽ അതും ഒരു സബ്മറീനെ പോലെ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങും. അതും വെയിറ്റ് ചെയ്യും. അതും ഇറ്റ് ഇസ് കണക്റ്റഡ് ടു ദ സബ്മറീൻ വിത്ത് ഇലക്ട്രോ ഓപ്റ്റിക്കൽ വയർ. അതിന് ഫൈബർ ഓപ്റ്റിക് കേബിൾ ഉണ്ടാവും. അത് കട്ട് ചെയ്ത് പോയാലും അത് തന്നെ ടേക്ക് ഓവർ ചെയ്യും. വളരെ ഇന്റലിജന്റ് ഒരു ഡ്രോൺ ആണ്, അണ്ടർ വാട്ടർ ഡ്രോൺ. അപ്പോൾ വൺസ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പിന്നെ തിരിച്ചു വിളിക്കാൻ പറ്റില്ല. ഈ സെഡ് ഷേപ്പിൽ മാത്രമാണോ അത് പോവുക? അല്ല, അത് പലതരം ഡിപ്ലോയ്മെന്റ് ഉണ്ട്, പലതരം മൂവ്മെന്റ് ഉണ്ട്. ഈ 2 മാസത്തോളം കരയിലേക്ക് തിരിച്ചു വരാതെ ആഴങ്ങളിൽ പോവാണല്ലോ ചെയ്യുന്നത് ഈ സബ്മറൈൻസ് എന്ന് പറയുന്നത്. അങ്ങനെ പോയിട്ടുണ്ടല്ലോ. അപ്പം ഈ സമയത്ത് ഇതിൻ്റെ ഒരു ഇന്ധനം എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിനുള്ള ഓക്സിജൻ എങ്ങനെയാണ് ഇത്രയും കാലത്തേക്ക് സൂക്ഷിക്കുന്നത്? ഒരു 3000 ടൺ ഡീസൽ ഇലക്ട്രിക് ബോട്ട് ഒരു കിലോ ക്ലാസ്സിനകത്ത് തന്നെ 170 ടൺ ഡീസൽ ഫില്ല് ചെയ്യാം. വെള്ളത്തിൻ്റെ ടാങ്കിൽ തന്നെ ഫില്ല് ചെയ്യുക. കാരണം സീ വാട്ടർ താഴെയാണ്, ഡീസൽ മുകളിലാണ്. ഡീസലും സീ വാട്ടറും മിക്സ് ചെയ്യില്ല. ഞങ്ങൾക്ക് അതിനുള്ള സിസ്റ്റം ഉണ്ട്, ആ ഫ്യൂൽ സിസ്റ്റത്തിനകത്ത് മിക്സ് ചെയ്യില്ല. അപ്പോൾ കുറേ ഡീസൽ ക്യാരി ചെയ്യാം. ഹൈബ്രിഡ് പ്രൊപ്പൽഷൻ ഉള്ള വെഹിക്കിൾസ് ഇല്ല, അതുപോലെയാണ് ഒരു ഡീസൽ ഇലക്ട്രിക് ബോട്ട് വർക്ക് ചെയ്യുക. അതിനകത്ത് ഡീസൽസ് ഉണ്ട്, അതിനകത്ത് ബാറ്ററീസ് ഉണ്ട്. അപ്പോൾ താഴത്തേക്ക് ഡൈവ് ചെയ്യാൻ വെച്ചാൽ ഡീസൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം എയർ ഇല്ല. അപ്പോൾ ഞങ്ങൾ ബാറ്ററി ഓപ്പറേറ്റ് ചെയ്യും. സർഫസിന് അടുത്തെത്തുമ്പോൾ ഞങ്ങൾ ഡീസൽ ഓപ്പറേറ്റ് ചെയ്യും, എന്നിട്ട് ബാറ്ററി ചാർജ് ചെയ്യും. പക്ഷേ ഡീസൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോയ്സ് ഇൻക്രീസ് ചെയ്യും. ജീവിതകാലം മുഴുവൻ ഈ ബാറ്ററി മാനേജ്മെൻറ്റും നോയ്സ് മാനേജ്മെൻറ്റും കൂടെയാണ് നടക്കുക. അപ്പോൾ ഇങ്ങനെ ഹൈബ്രിഡ് പ്രൊപ്പൽഷന് ഭയങ്കര റേഞ്ചാണ്. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂക്ലിയർ സബ്മറീനിൽ ആ സബ്മറീൻ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ റേഡിയോ ആക്റ്റീവ് കോർ അത്രയും അവരൊരു 10-36 കൊല്ലത്തിനാണ് ലോഡ് ചെയ്യുക. എന്ന് വെച്ചാൽ ആ ന്യൂക്ലിയർ സബ്മറീനിന് പിന്നെ ഫ്യൂൽ ചെയ്യേണ്ട കാര്യമില്ല, ജീവിതകാലം മുഴുവനേക്ക് ഫ്യൂൽ ചെയ്ത്. കറക്റ്റ്. അപ്പോൾ അതിന് ഫ്യൂൽ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അതിൻ്റെ ഒറ്റ ലിമിറ്റേഷനേ ഉള്ളൂ, എത്ര ഫുഡ് ക്യാരി ചെയ്യാൻ പറ്റും. ബാക്കി ഒന്നുമില്ല അതിനകത്ത് ലിമിറ്റേഷനായിട്ട്. ദാറ്റ് മേക്സ് ഇറ്റ് ഏറ്റവും പവർഫുൾ വെപ്പൺ പ്ലാറ്റ്ഫോം ഇൻ ദ വേൾഡ്. പിന്നെ ഓക്സിജൻ ന്യൂക്ലിയർ ബോട്ടിൽ വളരെ സിമ്പിളാണ്. യു ഡു ഹൈഡ്രോളിസിസ്, സീ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യാം, യു കൻ മേക്ക് ഓക്സിജൻ, യു കൻ പമ്പ് ഔട്ട് ഹൈഡ്രജൻ. അതുകൊണ്ട് അൺലിമിറ്റഡ് ക്ലീൻ എയർ എന്ന് വെച്ചാൽ നമ്മൾ ബ്രീത് ചെയ്യുന്നതിനേക്കാളൊക്കെ വളരെ 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 ക്ലീൻ എയർ അതിനകത്തുണ്ടാവും. അപ്പോൾ ഈ ഫുഡ് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക? അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, കുക്ക് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ? പണ്ട് കാലത്ത് സബ്രീനകത്തൊക്കെ പാക്കേജ്ഡ് ഫുഡായിരിക്കും, ചില വാർമിങ് ചെയ്തിട്ട് കഴിക്കാം. പക്ഷേ ഇപ്പോൾ അതൊന്നും വേണ്ട. അതിനകത്ത് യു ക്യാൻ കുക്ക്, പക്ഷേ വളരെ കുറച്ച് സ്പേസേ ഉണ്ടാവുള്ളൂ. ഡീപ് ഫ്രീസേഴ്സ് ഉണ്ട്, വലിയ ഡീപ് ഫ്രീസേഴ്സ് ഉണ്ട്. അപ്പോൾ പെരിഷബിൾ ഐറ്റം മുഴുവൻ ഡീപ് ഫ്രീസറിനകത്ത് കൊണ്ടുപോകാം. എല്ലാം നോൺ വെജിറ്റേറിയൻ, വെജിറ്റേറിയൻ എല്ലാം കഴിക്കാൻ പറ്റും. ഡീസൽ ഇലക്ട്രിക് ബോട്ടിൽ ഡൈവ് ചെയ്ത സമയത്ത് ഫ്രൈ ചെയ്യില്ല ഞങ്ങൾ, കാരണം അതിൻ്റെ ഫ്യൂംസ് സബ്രീനകത്ത് വരുന്നതുകൊണ്ട് ഫ്രൈ ചെയ്യില്ല, ബാക്കിയെല്ലാം ചെയ്യാം. ഫ്രൈ ചെയ്തില്ലെങ്കിലും പാകം ചെയ്യുമ്പോൾ പുക ഉണ്ടാവില്ല, അതെങ്ങോട്ടേക്ക് പോകുന്നു? അല്ല, ഞങ്ങൾക്ക് ഗ്യാസ് ഉപയോഗിക്കില്ല, ഒരു നേക്കഡ് ഫ്ലെയിം ഉപയോഗിക്കില്ല. ഞങ്ങൾക്ക് ഹോട്ട് പ്ലേറ്റ്സ് ആണ്. ഇന്ധനം ബേസ് ചെയ്തിട്ടുള്ള പറഞ്ഞതിൽ ഈ ഹൈബ്രിഡ് പറഞ്ഞു, പിന്നെ ന്യൂക്ലിയർ പറഞ്ഞു. ന്യൂക്ലിയർ എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്ധനമല്ലേ ന്യൂക്ലിയർ പവർ ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ ബാലിസ്റ്റിക് അറ്റാക്ക് സബ്മറൈൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അങ്ങനെ വായിച്ചു കേട്ടു. ഫ്യൂൽ സിസ്റ്റം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡീസൽ ഇലക്ട്രിക് ബോട്ട്, പിന്നെ ന്യൂക്ലിയർ പവർഡ് ബോട്ട്. ന്യൂക്ലിയർ പവർഡ് സബ്മറീൻ തന്നെ മിഷൻ പ്രൊഫൈൽ അതിൻ്റെ യൂസേജ് നോക്കുമ്പോൾ 3 എസെൻഷ്യൽ ടൈപ്സ് ആണ്. ഒന്ന് SSN എന്ന് വെച്ചാൽ അറ്റാക്ക് സബ്മറീൻ. അപ്പോൾ അവർക്ക് അഡ്വാൻസ് ടോർപിഡോസ് ഉണ്ടാവും, മൈൻസ് ഉണ്ടാവും, ക്രൂസ് മിസൈൽസ് ഉണ്ടാവും. പിന്നെ SSGN അത് ടിപ്പിക്കലി ഒരു സോവിയറ്റ് റഷ്യൻ ഒരു ക്ലാസിഫിക്കേഷനാണ്. അതിനകത്ത് പ്രിഡോമിനൻ്റ്ലി ക്രൂസ് മിസൈൽസ് ആയിരിക്കും. വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നിട്ട് ഒരു എയർക്രാഫ്റ്റ് പോലെ പോയി അത് ടാർഗറ്റിനെ ഇമ്പാക്ട് ചെയ്യും എത്രയോ thousands of kilometers later. പിന്നെ ഏറ്റവും പവർഫുൾ SSBN എന്ന് പറയും, ന്യൂക്ലിയർ പവർഡ് ബാലിസ്റ്റിക് മിസൈൽ ഫയറിംഗ് സബ്മറീൻ. ആ ഒരു മിസൈലിനകത്ത് നിന്ന് തന്നെ മൾട്ടിപ്പിൾ വാർഹെഡ്സ് ആണ്. അപ്പോൾ അത് സ്പേസിൽ പോയിട്ട് ക്യാൻ സ്പ്ലിറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ, ഇപ്പോൾ ഒരു 10 വാർഹെഡ് ഉണ്ടെങ്കിൽ 10 സിറ്റീസിനെ ഡിസ്ട്രോയ് ചെയ്യാം. അത് ഒരു മിസൈൽ. അങ്ങനെ 10, 18, 20, 24 മിസൈൽ ഉണ്ടാവാം. ഇതിന് എത്ര ആഴം വരെ മാക്സിമം പോകാൻ പറ്റും? അതിന്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു മിലിറ്ററി സബ്മറീൻ എന്ന് വെച്ചാൽ ഒരു ആവറേജ് എല്ലായിടത്തും വേൾഡിൽ എല്ലായിടത്തും ഒരു 10-400 മീറ്റർ, ദാറ്റ് ഇസ് ഇനഫ്. റഷ്യൻ ബോട്ട്സ് ചിലത് ടൈറ്റേനിയം അലോയിഡൊക്കെ ബോട്ട്സ് ഉണ്ട്, അതൊക്കെ 10,000 മീറ്റർ വരെ താഴത്തോട്ട് പോകും മിലിറ്ററി സബ്മറീൻസ്. സബ്മറൈൻസിന്റെ ഉള്ളിലുള്ള വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ഷിപ്പിലുള്ള പോലെ തന്നെ ഡീസലൈനേഷൻ പ്ലാന്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണോ? കറക്റ്റ്. അതിനകത്ത് റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ്സ് ഉണ്ട്. ഈ അന്തർവാഹിനികളുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരുടെ ഇടയിലുള്ള മിഥ്യാധാരണകൾ എന്തൊക്കെയാണ്?
ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ചോദിക്കുന്നത് നിങ്ങൾ മീനൊക്കെ കണ്ടിട്ടുണ്ടോ, തിമിംഗലത്തിനെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡോൾഫിൻസിനെ കണ്ടിട്ടുണ്ടോ, ഇതിന് ഹെഡ്ലൈറ്റ് ഉണ്ടോ? അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. പലർക്കും അറിയില്ല ഇതിനകത്ത് വിൻഡോസ് ഒന്നുമില്ല, മിലിറ്ററി സബ്മറീനകത്ത് വിൻഡോസ് ഒന്നുമില്ല. ഇത് ഞങ്ങൾ സൊണാർ വെച്ചിട്ടാണ് എല്ലാം അറിയുക. സബ്മറൈൻ ക്യാപ്റ്റൻ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ ഇതിലെത്തിപ്പെടാന്നുള്ളതൊന്ന് പറയും. സബ്മറീൻ വോളണ്ടറി ആമാണ്. ചില നമ്മൾ വോളണ്ടറി ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഒരു സെലക്ഷൻ പ്രൊസീജിയർ ഉണ്ട്. ആദ്യം നാവികസേനയിൽ എന്തായിട്ടാണ് കയറേണ്ടത്? അത് നമ്മൾ ഓഫീസറായിട്ട് കയറണം. അപ്പോൾ നാഷണൽ ഡിഫൻസ് അക്കാഡമി അല്ലെങ്കിൽ ഇന്ത്യൻ നേവൽ അക്കാഡമിയിൽ പോയി നമ്മളൊരു ഓഫീസറായി അത് കഴിഞ്ഞിട്ട് ഒരു സർട്ടൻ സ്റ്റേജ് വരുമ്പോൾ അവർ വോളണ്ടിയേഴ്സിനെ ചോദിക്കും. അപ്പോൾ നമുക്ക് വോളണ്ടറി ചെയ്യാം സബ്മറീൻ ആവാൻ. അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു സീരിയസ് ഒരു വെറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ എടുത്തു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ട്രെയിനിങ് ആണ്. ഓരോ ലെവൽ കഴിഞ്ഞാൽ മറ്റേത്. ഫോർ എക്സാമ്പിൾ ഒരു സബ്മറീനകത്ത് പോയി കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ഒഴികെ ബാക്കി എല്ലാവരും ഏതെങ്കിലും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കും. ഈവൻ ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു സിഗ്നിഫിക്കൻറ്റ് വലിയൊരു എക്സാമാണ്. വോളണ്ടറി കഴിഞ്ഞിട്ട് ബേസിക് സബ്മറീൻ ഒരു ട്രെയിനിങ് ഉണ്ട്, അത് വിശാഖപട്ടണത്താണ്. അത് കഴിഞ്ഞിട്ട് സബ്മറീനിൽ പോവും. സബ്മറീനകത്ത് പല ഡ്യൂട്ടീസും ക്ലിയർ ചെയ്ത് ഫൈനലി ഒരു ഡോൾഫിൻ കിട്ടും. ആ ഡോൾഫിനാണ് മേക്സ് യു സബ്മാരിനർ. 15 to 17 ഇയേഴ്സ് കഴിഞ്ഞാലേ ഒരു ക്യാപ്റ്റൻ ആവാൻ പറ്റുള്ളൂ. മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് അധികം എത്തിപ്പിടിക്കാൻ പറ്റിയ ദൂരത്തിലുള്ളവരല്ല സബ്മറൈനിലെ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും നേരം നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത ഒരു മേഖലയെ കുറിച്ച് ഇത്ര ഡീറ്റെയിൽ ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും സംസാരിച്ചതിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ.